ഹായ് ഓൾ. അപ്പം നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 2-ൻ്റെ ഡിസൈനാണ്. ഡിസൈൻ ഓഫ് ഫൗണ്ടേഷനാണ്. അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി ഡിഫറെൻറ്റ് കേസസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പം ആദ്യത്തെ കേസാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കോൺസെൻട്രിക്കലി ലോഡഡ് സ്ക്വയർ ഫൂട്ടിംഗ് വിത്ത് യൂണിഫോം തിക്നെസ്. അപ്പം അതിനകത്തൊന്ന് മീനിങ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോൺസെൻട്രിക്കലി ലോഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ കോളത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ലോഡ് ആക്ട് ചെയ്യുന്നു. നമ്മൾ പിന്നെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്വയർ ഫൂട്ടിംഗ് ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഫൂട്ടിങ്ങിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് യൂണിഫോം ആണ്. ഓക്കെ, അപ്പം അതിനൊരു എക്സാമ്പിളായിട്ട് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് കോളമാണ്. അപ്പം കോളത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ പി ലോഡ് ആക്ട് ചെയ്യുന്നു. ദെൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്ക്വയർ ഫൗണ്ടേഷനാണ്. അതായത് അതിൻ്റെ ലെങ്തും വിട്ടും സെയിം തന്നെ ആകുന്ന ഫൗണ്ടേഷനാണ്. സോ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ തിക്നെസ്സും സെയിം തന്നെയാണ്. അപ്പം സ്ക്വയർ ഫൂട്ടിംഗ് ആണ്, അതേപോലെ തന്നെ യൂണിഫോം തിക്നെസ് ആണ്, കോൺസെൻട്രിക്കലി ലോഡഡ് ആണ്. അപ്പോൾ ഈ 3 കാറ്റഗറി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നമ്മൾ ആക്സിലി ലോഡഡ് കോളം അതിൻ്റെ ഫൂട്ടിംഗ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. Design a square footing for a square column 0.4 by 0.4 meter reinforced with 8 bars of 25 mm diameter to carry live load of 800 kilonewton and dead load of 600 kilonewton. അപ്പം ലൈവ് ലോഡ് തന്നിട്ടുണ്ട്, ഡെഡ് ലോഡ് തന്നിട്ടുണ്ട്. ആൻഡ് SPC ഈസ് 115 kilonewton per meter square. Angle of repose of the soil phi is equal to 30 degree. അത് ആംഗിൾ ഓഫ് റിപ്പോസിൻ്റെ ഫൈ ആണ് 30 ഡിഗ്രി. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ 16 kilonewton per meter square. FCK 20 Newton per mm square. FI 450 Newton per mm square. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങളെ ഫസ്റ്റ് എടുത്ത് എഴുതുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 1. അപ്പം സ്റ്റെപ്പ് 1 ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞ് ഗിവൺ ഡേറ്റ്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒന്ന് സൈസ് ഓഫ് ദി കോളം. സൈസ് ഓഫ് ദ കോളം അത് മീറ്ററിലും കാണിച്ചിട്ടുണ്ട്, MM-ലും കാണിച്ചിട്ടുണ്ട്, 400 by 400 mm. ദെൻ ലൈവ് ലോഡ് പറഞ്ഞിട്ടുണ്ട് 800 kilonewton ആൻഡ് ഡെഡ് ലോഡ് പറഞ്ഞിട്ടുണ്ട് 600 kilonewton. ദെൻ SBC ഓഫ് ദ സോയിൽ, ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ എന്ന് പറയുന്നത് 150 kilonewton per meter square. Then angle of repose is equal to 30 degree and gamma is equal to 16 kilonewton per meter cube. Next, FCK is equal to 20 Newton per mm square. FI is equal to 450 Newton per mm square. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ. അത് അതേപോലെ എടുത്തെഴുതുകയാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റെപ്സ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞൊരു സാധനം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഫൈ is equal to 30 degree എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ D ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇക്വേഷൻ SBC ഡിവൈഡഡ് ബൈ ഗാമ 1 - sin phi ഡിവൈഡഡ് ബൈ 1 + sin phi ദ ഹോൾ സ്ക്വയർ. SBC തന്നിട്ടുണ്ട് നമുക്ക് 150 ആണ്. ദെൻ അത് കിലോന്യൂട്ടൺ ആയതുകൊണ്ട് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 10⁻³ കൊടുത്തത്. ദെൻ ഗാമ ഇസ് ഈക്വൽ ടു എന്താണ് 16 kilonewton ആയിരുന്നു. സോ അതിനെയും 10⁻³ കൊടുത്തു. 10⁻³ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതെന്താണ് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം മുകളിലും താഴെ ഇപ്പോൾ 10⁻³ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. സോ അങ്ങനെ കാണിച്ചതാണ്. ഓക്കെ, 1 - sin 30 ആണ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരുന്നു. സോ ഫൈ is equal to 30 degree. സോ ഡിവൈഡ് ബൈ 1 + sin phi. സോ 1 + sin 30 ദ ഹോൾ സ്ക്വയർ. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.04 മീറ്റർ. അതായത് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 1.04 മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഈ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. സോ ഇവിടെ ഒരു ഫൂട്ടിംഗ് കാണിച്ചിട്ടുണ്ട്. ഫൂട്ടിംഗ് കാണിച്ചതിനകത്ത് ഗ്രൗണ്ട് ലെവൽ. സോ ഗ്രൗണ്ട് ലെവലിൻ്റെ താഴോട്ടുള്ള പോർഷൻ, ഇപ്പോൾ കോളത്തിൻ്റെ കുറച്ച് പോർഷൻ പ്ലസ് താഴത്തെ ബേസ് സ്ലാബും കൂടെ ചേർന്നിട്ടാണ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ടോട്ടൽ ആ ഒരു ഫൂട്ടിങ് നിൽക്കുന്ന ആ ഒരു പൊസിഷൻ വരെ ഉള്ളതാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ റീറ്റെയിനിങ് ബോളിനകത്ത് പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ D is equal to 1.04 മീറ്റർ. സോ ഇതാണ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ.
ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് സൈസ് ഓഫ് ഫൂട്ടിംഗ്. സൈസ് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്തും വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലെങ്തും വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈൻ സ്റ്റെപ്പ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. എന്താണ് ഇക്വേഷൻ? എ ഈസ് ഈക്വൽ ടു പി ബൈ എഫ് ബി സി. ഓക്കെ, ഏരിയ ഈസ് ഈക്വൽ ടു അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി എന്ന് പറയുന്ന ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോളത്തിൻ്റെ ലോഡ് പ്ലസ് സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫൂട്ടിംഗ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ ലോഡ്. നമ്മൾ ഡിസൈൻ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനിയും കണ്ടുപിടിക്കണം. പി ഈസ് ഈക്വൽ ടു കോളം ലോഡ് പ്ലസ് സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി ഇവിടെ കോളം ലോഡ്, ഇവിടെ ഡയറക്റ്റ് ഒരു കോളം ലോഡ് അതല്ല തന്നിട്ടുള്ളത്, ഡെഡ് ലോഡും ലൈവ് ലോഡും തന്നിട്ടുണ്ട്. സോ കോളം ലോഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മളത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എടുക്കണം. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് ഡെഡ് ലോഡും ലൈവ് ലോഡും തന്നിട്ടില്ല, ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞ് തരികയാണെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ലോഡിന് അതേപോലെ എടുത്താൽ മതി. ഇവിടെ പക്ഷേ ഡെഡ് ലോഡും ലൈവ് ലോഡും തന്നിട്ടുള്ളത് കൊണ്ട് നമ്മളതിനെ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യുക. അതല്ലാത്ത പക്ഷം ഒരൊറ്റ ലോഡേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ലോഡിനെ മാത്രം കൺസിഡർ ചെയ്യുക. സോ ഇവിടെ ഡെഡ് ലോഡ് 800ഉം ലൈവ് ലോഡ് 600ഉം തന്നിട്ടുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്തപ്പം കോളത്തിനകത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് പി എന്ന് പറയുന്ന ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തും കൂടെ വേണം? സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് ഇപ്പം അതിൻ്റെ സൈസ് ഒന്നും അറിയത്തില്ല. സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെൽഫ് വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിട്ടുള്ളൂ. ഇവിടെ സൈസ് ഒന്നും അറിയത്തില്ല. സോ നമ്മൾ എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്? സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഇസ് 10% ഓഫ് കോളം ലോഡ്. കോളം ലോഡ് എത്രയാണോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ 10%, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എത്രയാണോ കോളം ലോഡ് തന്നിട്ടുള്ളത് അതിൻ്റെ 10% ആണ് നമ്മൾ സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് എടുക്കുന്നത്. സോ 10% ഓഫ് എന്താണ്? കോളം ലോഡ്. സോ 10/100 ഇൻറ്റു ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 1400. അപ്പോൾ നമുക്ക് സെൽഫ് വെയിറ്റ് ഓഫ് ദ ഫൂട്ടിംഗ് കൊടുക്കുന്ന സെൽഫ് വെയിറ്റ് അക്കോർഡിംഗ് ടു കോളം ലോഡ് എത്രയാണ്? 140 kN ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പി കണ്ടുപിടിക്കാം. പി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോളത്തിൻ്റെ ലോഡ് പ്ലസ് പിന്നെന്താണ്? സെൽഫ് വെയിറ്റും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. രണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കുന്നത്? പി ഈസ് ഈക്വൽ ടു 1400 പ്ലസ് 140 ഈസ് ഈക്വൽ ടു 1540 kN എന്ന് പറഞ്ഞ് ടോട്ടൽ ലോഡ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഏരിയയിലേക്ക് പോകണം. ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ലോഡ് എത്രയാണോ ഡിവൈഡഡ് ബൈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആണ്. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 1540 kN ആണ്. അതേ ഡിവൈഡ് ബൈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 150 ആണ്. സോ നമുക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പം 10.26 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സ്ക്വയർ കോളം ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്ക്വയർ കോളം ആകുമ്പം സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആണ് 10.26. അതിനകത്തുനിന്ന് എ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എയുടെ വാല്യൂ കിട്ടിയത് എത്രയാണ്? 3.2 മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് എയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. ഓക്കെ, ദെൻ ഇപ്പോൾ 3.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ സ്ക്വയർ ആണല്ലോ ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു 10.26ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എ 3.2 എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.2 ഇൻറ്റു 3.2 ചെയ്യുമ്പം നമുക്ക് 10.26 അല്ലെങ്കിൽ 10.26നേക്കാട്ടിൽ കൂടുതലോ കിട്ടിയെങ്കിൽ മാത്രമേ സേഫ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? നമുക്ക് ആ ഒരു കോളത്തിന് ആ ഒരു സൈസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ 3.2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10.26 കിട്ടില്ല, 24 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആക്ച്വലി വേണ്ടത് എത്രയാണ്? 10.26 ആണ്. പക്ഷേ നമുക്ക് നമ്മൾ എടുത്ത സൈസ് വെച്ചിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 10.24 ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതിനെക്കാട്ടി കുറവാണ് നമ്മൾ എടുത്ത സൈസ് വെച്ചിട്ടുള്ള ഏരിയ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? എ കുറച്ചുകൂടെ അങ്ങ് കൂട്ടി കൊടുക്കുന്നു. ഇപ്പോൾ 3.2നേക്കാട്ടി കൂടുതൽ ഏത് കൊടുത്തു കഴിഞ്ഞാലും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? 10.26 എന്ന് പറയുന്ന വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യും. സോ 3.5 കൊടുക്കും. 3.5 കൊടുക്കുമ്പോൾ 10നേക്കാട്ടിലും കൂടുതലായിരിക്കും. സോ അത് സേഫ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ എടുക്കുന്ന സൈസ് വെച്ചിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 3.2 ഇൻറ്റു 3.2 ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സൈസ്. ആ സൈസ് വെച്ചിട്ട് 10.26 അല്ലെങ്കിൽ 10.26നേക്കാട്ടിൽ വലിയ ഒരു വാല്യൂ കിട്ടണം. എങ്കിൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഒരു കണ്ടീഷൻ ഓക്കെ ആകാത്തത് കൊണ്ടാണ് 3.2നെ എന്തിലേക്ക് മാറ്റിയത്? 3.5ലേക്ക് എന്ത് ചെയ്തത്? വാല്യൂ മാറ്റി കൊടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സ്ക്വയർ ആണ്. സോ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഫൂട്ടിങ്ങിൻ്റെ എന്ത് തന്നെയാണ്? 3.5 ബൈ 3.5 ആ ഒരു
സൈസ് ആയിരിക്കും നമ്മൾ ഫൂട്ടിങ്ങിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ ഇതിവിടെ ഇപ്പം ആ ഒരു കാണിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ സെക്ഷൻ കാണിച്ചിട്ടുണ്ട്, കോളം പ്ലസ് ഫൂട്ടിങ്. ദെൻ ആ ഫൂട്ടിങ്ങിൻ്റെ മാത്രം പ്ലാൻ കാണിച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ 3.5 3.5 രണ്ട് സൈഡും 3.5/3.5. ഇപ്പം ആക്ച്വൽ ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയാണെന്നും കൂടെ എഴുതി വെക്കുക. ദാറ്റ് ഈസ് 3.5/3.5 അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട, ഇത് അടുത്ത സ്റ്റെപ്പായിട്ടൊന്നുമല്ല, നമ്മുടെ ഈ ഒരു സൈസ് കണ്ടുപിടിക്കുന്ന ആ സ്റ്റെപ്പിനകത്ത് തന്നെ ഒരു സബ് സ്റ്റെപ്പായിട്ട് നമുക്ക് കൂട്ടിയാൽ മതി. ഇതിനകത്ത് ഇനി കണ്ടുപിടിക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ ലോഡൊക്കെ കൊടുത്തു, സെൽഫ് വെയ്റ്റ് ഓഫ് ദ ഫൂട്ടിംഗ് ഒക്കെ നമ്മൾ അസ്യൂം ചെയ്തൊക്കെ കൊടുത്ത് ഒരു ഏരിയ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് ആക്ച്വൽ ആയിട്ട് എത്ര സോയിൽ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആക്ച്വൽ സോയിൽ പ്രഷർ ആക്ടിങ് ഓൺ ദ സോയിൽ. ഈ ഒരു ലോഡ് വെച്ചിട്ട് എത്ര സോയിൽ പ്രഷർ അവിടത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഓക്കെ ആക്ച്വൽ SBC ആക്ടിങ് ഓൺ ദ സോയിൽ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഒരു SBC, അത് സോയിലിൻ്റെ SBC ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പിനകത്ത് പറയുന്നത് ഈ ഒരു ലോഡ് വെച്ചിട്ട് എത്ര സോയിൽ പ്രഷർ സോയിലിനകത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഓക്കെ അതിന് വേണ്ടിയിട്ട് സെയിം ഇക്വേഷൻ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഫ്രം ഇക്വേഷൻ A = P/SBC എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ എയുടെ സ്ഥാനത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത ഏരിയ കൊടുക്കുക. 3.5/3.5 3.5 × 3.5 അതാണ് ഏരിയ. കാരണം A² ആണ്, സ്ക്വയർ ആണ്, അതുകൊണ്ട്. ഓക്കെ ദെൻ ഇനി ഇവിടെ ലോഡ് കൺസിഡർ ചെയ്യേണ്ടത്. ലോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും സെൽഫ് വെയ്റ്റ് ഓഫ് ദ ഫൂട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇവിടെ എടുക്കാൻ പാടില്ല. ഓക്കെ P എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് കോളം എന്തുമാത്രം ലോഡ് ഫൂട്ടിങ്ങിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു ആ ലോഡ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. കാരണം ആ ഒരു ലോഡ് വെച്ചിട്ടാണ് എത്രമാത്രം സോയിൽ പ്രഷർ, അത് എത്രമാത്രം പ്രഷർ സോയിലിനകത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ഇപ്പോൾ സെൽഫ് വെയ്റ്റ് ഓഫ് ദ ഫൂട്ടിങ് നമ്മളിവിടെ എടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈസ് നമ്മൾ കംപ്ലീറ്റ്ലി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടില്ല. ഓക്കെ സേഫ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷമേ സൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ സൈസ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു അസംഷൻ വാല്യൂ മാത്രമാണ് സെൽഫ് വെയ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത്. സോ അപ്പോൾ ആ അസംഷൻ വാല്യൂവിനെ ഇവിടെ വെച്ചിട്ട് കളഞ്ഞതിന് ശേഷം ടോട്ടൽ കോളം എത്ര ലോഡ് താഴേക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രം ഇവിടെ കൺസിഡർ ചെയ്താൽ മതി. സോ പിയുടെ സ്ഥാനത്ത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എത്ര വാല്യൂ ആണോ വന്നത് അത് മാത്രം കൊടുക്കുക. ഇനി ഡെഡ് ലോഡും ലൈവ് ലോഡും തരാത്ത പക്ഷം ഒരൊറ്റ ലോഡേ തന്നിട്ടുള്ളെങ്കിൽ ആ ലോഡിനെ മാത്രം കൺസിഡർ ചെയ്യുക. സോ P = 1400. ക്ലിയർ ആയോ? ദെൻ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? SBC ആണ്. SBC ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ SBC ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഈ ഒരു സ്റ്റെപ്പിനകത്ത് ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ലോഡ് എത്ര പ്രഷർ സോയിലിനകത്തേക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതാണ് SBC, ന്യൂ SBC ആണ് കണ്ടുപിടിക്കുന്നത്. സോ 1400 / 3.5 × 3.5. ഓക്കെ നമുക്ക് കിട്ടിയ SBC എത്രയാണ്? 114.285 kN/m² എന്ന് പറയുന്നതാണ് ഈ ഒരു ഏരിയയിലേക്ക് പ്രൊവൈഡ് ചെയ്ത്, അതായത് കോളത്തിൽ നിന്ന് വരുന്ന ലോഡ് ആ ഏരിയയിലേക്ക് കൊടുക്കുന്ന സോയിൽ പ്രഷർ എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഓക്കെ ഇനി ഇതിൻ്റെ ഫാക്ടേർഡ് സോയിൽ പ്രഷർ കണ്ടുപിടിക്കുക. ഫാക്ടേർഡ് സോയിൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഫാക്ടേർഡ് സോയിൽ പ്രഷർ. ഈ സോയിൽ പ്രഷർ ഇവിടെ എന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഏരിയയ്ക്ക് മാത്രം കൊണ്ട് സൈസ് കംപ്ലീറ്റ് ആകില്ല, നമുക്ക് ഡെപ്ത് കൂടെ കണ്ടുപിടിക്കണം. ഈ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സോയിൽ പ്രഷറിനെയാണ് എടുക്കുന്നത്. കാരണം ഈ ഒരു കോളം ഈ ഒരു ഏരിയ വെച്ചിട്ട് നമുക്കൊരു പുതിയ ഡെപ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര സോയിൽ പ്രഷറാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പ്രഷറാണ് സോയിലിനകത്തേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡെപ്താണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സോയിൽ പ്രഷർ എന്ന് പറയുന്ന ഒരു പുതിയ SBC ഇവിടെ കണ്ടുപിടിച്ചത്, ഇത് ഫാക്ടേർഡ് ആക്കി മാറ്റിയത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ആണ്. അപ്പോൾ സ്റ്റെപ്പ് പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് 3 കാറ്റഗറി ഉണ്ട് അല്ലേ?
മൂന്ന് കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ ഡെപ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഒന്ന് ബെൻഡിങ് മൊമെൻറ്റിന് സേഫ് ആണോ നോക്കണം, വൺ വേ ഷിയറിന് സേഫ് ആണോ നോക്കണം, ടു വേ ഷിയറിന് സേഫ് ആണോ നോക്കണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെയും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഡെപ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പാണ് പറയുന്നത് കറസ്പോണ്ടിങ് ടു ബെൻഡിങ് മൊമെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റിന് സേഫ് ആണോ എന്നനുസരിച്ചിട്ട് നമുക്ക് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഡിസൈൻ സ്റ്റെപ്പ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഫോഴ്സ് അവിടെ എടുക്കുന്നത് സ്ട്രെസ് ഇൻറ്റു ഏരിയ ദെൻ ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, എന്നാൽ നമ്മൾ ഒരു ഇക്വേഷനോടെ പഠിച്ചു വെച്ചിട്ടുണ്ട് അവിടെ സിഗ്മ ബി സി ഇൻറ്റു എ ഇൻറ്റു ഡി. ഇതാണ് ആക്ച്വലി ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ ബി സി ഇൻറ്റു എ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇനിയാണ് ക്ലിയർ ആകാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രം, ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് മാത്രമേ ഡിസൈൻ സ്റ്റെപ്പിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി ഈ ഇക്വേഷനകത്തേക്ക് എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ കാണിച്ചിട്ടുണ്ട്. ദെൻ ഫൗണ്ടേഷന് താഴെ അതിൻ്റെ പ്ലാനും കാണിച്ചിട്ടുണ്ട്. ആ പ്ലാനകത്ത് കോളത്തിൻ്റെ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഡിസൈൻ സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതെവിടെയാണ്? കറക്റ്റ് കോളത്തിൻ്റെ ഫേസ്. ഇത് കോളത്തിൻ്റെ ഫേസ് ആണ്. ഓക്കെ, ഈ കോളത്തിൻ്റെ ഫേസിൽ കൂടെ നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈന് ഇങ്ങോട്ടുള്ള പോർഷൻസിൽ, ഇതിപ്പം ഈ സെക്ഷൻ്റെ പോർഷനാണ്, ഇങ്ങോട്ടുള്ള പോർഷൻ ഇതിപ്പോൾ പ്ലാനിലാണ്, ഇങ്ങോട്ടുള്ള പോർഷനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാകുന്നത്. ഒന്നുകിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഏരിയയിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും സ്ഥലത്താണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഞാൻ ഹാച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഡിസൈൻ സ്റ്റെപ്പിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഇനിയും ഇപ്പോൾ നമ്മളൊരു മാക്സിമം ഒരു പുതിയൊരു സേഫ് ബെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഫാക്ടേർഡ് സോയിൽ പ്രഷർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സോയിൽ പ്രഷറാണ് ദാണ്ടേ ഈ ആക്ട് ചെയ്യുന്നത്. 171.428 kN/m². ഇനി ഇതിനകത്ത് കാണിച്ചേക്കുന്നത് ഇതിൻ്റെ സൈസാണ് 3.5 3.5. ഓക്കെ, ക്ലിയർ ആയല്ലോ. സോ അപ്പം ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് ഈ ഫിഗറാണ്. ഈ ഫിഗറിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം വരയ്ക്കുക, കോളത്തിൻ്റെ താഴെ ഫൗണ്ടേഷൻ്റെ പ്ലാൻ കാണിക്കുക, ദെൻ കോളത്തിൻ്റെ ഫേസിൽ കൂടെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് നമുക്കിനി ആവശ്യമുള്ള ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ള ഏരിയ. ഈ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്, സിഗ്മ ബി സി ഇൻറ്റു എ ഇൻറ്റു ഡി. ഇനി അതിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. സിഗ്മ ബി സി ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ, ആൻഡ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഫ്രം ദ ഫേസ് ഓഫ് ദി കോളം. ഓക്കെ, ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം സിഗ്മ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്, ഈ ഒരു വാല്യൂ ആണ്. ദെൻ ഏരിയ വേണം. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ടെ നമുക്ക് ഈ പ്ലാനിനകത്തേക്കാണ് നോക്കേണ്ടത്. പ്ലാനിനകത്ത് താണ്ടെ ഇത്രയും ഏരിയ ആണല്ലോ, ഈ ഹാച്ച് ചെയ്ത ഇത്രയും ഏരിയ, ഈ ഹാച്ച് ചെയ്ത ഏരിയ ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പം ഈ ഹാച്ച് ചെയ്ത ഏരിയ എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് ഇതാണ് താണ്ടെ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് വേണം. ആ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് തൽക്കാലം നമുക്ക് അറിയില്ല. കാരണം മൊത്തം എത്രയാണെന്ന് അറിയാം, 3.5 ആണെന്നറിയാം. പക്ഷേ ഇവിടം തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയില്ല. സോ അതിനെ സപ്പോസ് x1 എന്ന് പറഞ്ഞെടുത്തു. x1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അത് ഏത് ഡിസ്റ്റൻസ് ആണ്? 3.5. കാരണം ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 3.5 ആണ്. സോ x1 ഇൻറ്റു 3.5 അതായിരിക്കും ഏരിയ എന്ന് പറഞ്ഞു ഞാൻ. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് ഏരിയ വേണ്ടതാണ്ട് ഈ ഒരു
ഡിസ്റ്റൻസ് വേണം. അത് എത്രയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് സപ്പോസ് x1 എന്ന് പറഞ്ഞെടുത്തു. ദെൻ നമുക്ക് വേണ്ടതുണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആണ്? ഈ ഡിസ്റ്റൻസിന് ഈക്വൽ ആണ്. ഇവിടെയും 3.5. സോ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ഇൻറ്റു x1 എന്നാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഏരിയ ആയി. നെക്സ്റ്റ് വേണ്ടത് ഡി ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഏരിയ, ആ പോർഷൻ ഏതാണ്, ആ പോർഷൻ്റെ സെൻറ്റർ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഈ ഹാച്ച് ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് അതെന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. കാരണം നമുക്ക് x1 എന്താണെന്ന് അറിയാത്തിടത്തോളം കാലം നമുക്ക് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. സോ അതൊരു റെക്റ്റാങ്കിൾ ആണ്. അപ്പം റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ആണ് നമുക്ക് വേണ്ടത്. റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ എവിടെ നിന്ന് മെഷർ ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രം ദ ഫേസ് ഓഫ് ദി കോളം. ഇതാണ് ഫേസ് ഓഫ് ദി കോളം. അപ്പം ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്ര മാറി, എത്ര സെൻറ്ററിലാണ്, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ നമ്മൾ സെൻറ്റർ മെഷർ ചെയ്യുക. നമുക്കൊരു റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? b/2 d/2 എന്നാണെന്നറിയാം. സോ ഈ ഡയറക്ഷനിൽ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3.5/2 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് പക്ഷേ മെഷർ ചെയ്യേണ്ടതുണ്ട് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? x1. സോ അത് x1/2 ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? സോ അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? x1/2. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ദാറ്റ് ഈസ് x1 ഇൻറ്റു 3.5. ഇനി x1 എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കണം. x1 എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫിഗറിനകത്തേക്ക് നോക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗർ നോക്കിയിട്ട് x1 നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിൾ മാത്തമാറ്റിക്സ് തന്നെയാണ്. അപ്പോൾ മൊത്തം നമുക്ക് എത്രയാണെന്നറിയാം? 3.5 ആണെന്നറിയാം അല്ലേ? മൊത്തം 3.5 ആണ്. നമുക്ക് വേണ്ടതാണ് ഇത്രയുമാണ്. എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? 3.5 നടുക്കിനി ആരും കൂടെ ഉണ്ട്? 0.4 കൂടെ ഉണ്ട് അല്ലേ? സോ 0.4 അങ്ങ് മൈനസ് ചെയ്ത് /2 ചെയ്താൽ മതി. 3.5 മൈനസ് 0.4/2 ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? x1 കിട്ടും. ഇതാ. സോ നമുക്ക് കിട്ടിയ ഡിസ്റ്റൻസ് എത്രയാണ്? 1.55. സോ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് x1 ഇൻറ്റു 3.5 ആയിരുന്നു. സോ 1.55 ഇൻറ്റു 3.5. സോ നമുക്ക് അത്രയും ഏരിയ കിട്ടി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സെൻറ്റോൾ ഡിസ്റ്റൻസ് ഓഫ് ഷെയ്ഡഡ് ഏരിയ ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. അത് x1/2 ആണ്. x1 ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1.55/2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്ലിയർ ആയോ? സോ x1 കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസിനകത്തു നിന്നും കോളത്തിൻ്റെ ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് /2 ചെയ്താൽ മതി. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ബെൻഡിങ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ ബി സി എന്ന് പറയുന്നത് 171 ആണ്. ദെൻ ഏരിയ എന്ന് പറയുന്നത് x1 ഇൻറ്റു 3.5. ദെൻ x1/2 ചെയ്യുമ്പോൾ ഇത്രയും വാല്യൂ. സോ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. 720.730 kN/m. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? mu ലിമിറ്റിൻ്റെ ഈക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് പഠിച്ചിട്ടുണ്ടല്ലേ? mu ലിമിറ്റിൻ്റെ ഈക്വേഷനാണ് നമ്മൾ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ xu_max/d എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 0.48 ആണ്. അത് കോഡിനകത്തുള്ള കാര്യമാണ്. Fi 415 ഗ്രേഡ് സ്റ്റീലാകുന്ന സമയത്ത് 415 ആണ് നമ്മൾ 0.48 ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ബി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബി ഒക്കെ സ്ലാബ് എന്നുള്ള രീതിയിൽ 1000 ഒക്കെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇതുവരെയും പഠിച്ചത്. സ്ക്വയർ കോളത്തിൻ്റെ കേസിൽ മാത്രം നമുക്ക് ഡൗട്ട് ഇല്ലാതെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇവിടെ ബി 3.5 ആണ്. ഓക്കെ, ബിയും ലെങ്ത്തും വിഡ്ത്തും ഇവിടെ 3.5 ആയതുകൊണ്ട് നമുക്ക് ഡൗട്ടില്ല. സ്ക്വയർ കോളത്തിൻ്റെ കേസിൽ നമുക്ക് ഡൗട്ടില്ലാതെ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും കിട്ടുന്ന ആ സെയിം വാല്യൂ തന്നെ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ബി ഈസ് ഈക്വൽ ടു ബി എന്താണോ കിട്ടുന്നത് ആ ബി വാല്യൂവിന് നമുക്കിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ റെക്റ്റാങ്കുലർ കോളം നമുക്ക് ഇതേപോലെ തന്നെ പഠിക്കാനുണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് രണ്ട് ഡയറക്ഷനും സെപ്പറേറ്റ് എടുത്ത് വെച്ച് ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഡൗട്ടില്ലാതെ ബി ഈസ് ഈക്വൽ ടു 3.5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 720.73
that is the maximum bending moment. Then 0.36, 0.48, 1 minus 0.42, 0.48, 23,500 d square. So d യുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 273.18 mm എന്ന് പറഞ്ഞ് d കിട്ടിയിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിട്ടുള്ള d എന്ന് പറയുന്നത് ഇത്രയുമാണ്. പക്ഷെ നമുക്ക് d കണ്ടുപിടിക്കുന്ന ഈ ഒരു മാർഗം വെച്ചിട്ടല്ല, നമുക്ക് ഒന്നിലധികം മാർഗങ്ങളുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു വൺ വേ ഷിയർ ആണ്. സോ വൺ വേ ഷിയറിൻ്റെ കേസിൽ ഈ ഫിഗർ ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഡിസൈൻ സ്റ്റെപ്പ് പറഞ്ഞ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് വൺ വേ ഷിയർ എപ്പോഴും ജനറേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേ ഷിയർ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലം എപ്പോഴും എങ്ങനെയാണ്, കോളത്തിൻ്റെ ഫേസിൽ നിന്നും, ഇതാണ് കോളത്തിൻ്റെ ഫേസ്, കോളത്തിൻ്റെ ഫേസിൽ നിന്നും ഒരു ഡി ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള സ്ഥലത്താണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, വൺ വേ ഷിയർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഡി ഡിസ്റ്റൻസ് മാറുമ്പോൾ അതാണ്ട് ഇത്രയും ഡി ഡിസ്റ്റൻസ് മാറി. സോ ഏത് ഏരിയ താണ്ടേ അവിടെ അത് ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. താണ്ട് ഇത്രയും പോർഷനിൽ ഈ ഏരിയയിലാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, വൺ വേ ഷിയർ ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അപ്പം നമുക്കിനി നെക്സ്റ്റ് അറിയേണ്ടത് ഈ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കുകയാണ് നെക്സ്റ്റ് വേണ്ടത്. അപ്പം ഈ പ്ലാനിനകത്ത് ഇത് 3.5, ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് 3.5 ആണെന്നറിയാം. പിന്നെ അറിയാവുന്നത് ഇങ്ങോട്ടുള്ളത് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ഒരു ഹാച്ച് ചെയ്തിരിക്കുന്നത് വന്നേക്കുന്നത്. ഈ ഒരു ഇത്രയും ഡിസ്റ്റൻസ് ഇതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയണം. ഓക്കെ, ആ ഡിസ്റ്റൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചാൽ പറഞ്ഞതുകൊണ്ട് കോളത്തിൻ്റെ ഫേസിൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് x1 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. x1 അത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ആ കേസിൽ ആവശ്യമായിട്ട് വന്നതാണ്. കോളത്തിൻ്റെ ഫേസിൽ നിന്നും ഇങ്ങോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, 1.55 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1.55. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് മൈനസ് ചെയ്താൽ മതി, ഡി അങ്ങ് മൈനസ് ചെയ്താൽ മതി. ആരിൽ നിന്നും 1.55 മൈനസ് ഡി, ഇതായിരിക്കും എത്രയും ഡിസ്റ്റൻസ് ഇതാണ്ട് ഈ ഡിസ്റ്റൻസ്. ക്ലിയർ ആയോ? ഈ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ 1.55 മൈനസ് ഡി. ഓക്കെ, ഇതാണ് ഈ ഫിഗറിനകത്തുനിന്ന് മനസ്സിലാക്കണം. നമുക്ക് ഇനി വേണ്ടത് ഇതിൻ്റെ ഏരിയ, ഈ ഹാച്ച് ചെയ്തതിൻ്റെ ഏരിയ ഒക്കെയാണ് വേണ്ടത്. സോ ഈ 1.55 എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അതിന് ഡൗട്ട് ഇവിടെ അടിക്കരുത്. 1.55 എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വൺ വേ ഷിയറിന് ടു വേ ഷിയറിനും കോമൺ ആയിട്ട് ആവശ്യമുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ടോ വി ഈസ് ഈക്വൽ ടു വി യു ബൈ ബി ഡി എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇനി അതിനകത്ത് വി യു എന്ന് പറയുന്നത് വേണം. വി യു എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, സ്ട്രെസ് ഇൻറ്റു ഏരിയ. കാരണം ഇവിടെ സ്ട്രെസ് ആണ് മെയിൻ ആധാരമായിട്ടുള്ള കാര്യം. സോ സ്ട്രെസ് ഇൻറ്റു ഏരിയ, അതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നെ. ഇനി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബി സി, ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഓഫ് ദി ക്രോസ് സെക്ഷൻ്റെ ഷെയ്ഡഡ് ഏരിയയുടെ ഏരിയ ആണ് വേണ്ടത്. സോ നമുക്ക് സിഗ്മ ബി സി ഡൗട്ടില്ല 171 ആണ്. പിന്നെ വേണ്ടത് തന്നെ ഈ ഒരു ഫിഗർ വേണം നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഫിഗറിനകത്ത് ഈ ഒരു പോർഷൻ ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്ത് വേണം, ഈ വിഡ്ത്ത് അറിയാം എത്രയാണ്, 1.55 മൈനസ് ഡി എ. ഓക്കെ, ഒരു സൈഡായി ഇൻറ്റു ഇനി ഈ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, 3.5 അല്ലേ, ഡൗട്ടില്ല 3.5. സോ ഇതാണ് ആ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് ഇവിടുന്ന് ഡി ഇവിടുത്തെ ഡെപ്ത് ആണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ഡി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ വി യു ഒന്നും അറിയില്ല. സോ ഈ ഇക്വേഷൻ അതേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. സോ ഈ ഒരു ഡി ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസ്യൂം ദ പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരു പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് അസ്യൂം ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 100 AST/BD. ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. ടോസിയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 100 AST/BD എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. സോ ആ സെയിം ഇക്വേഷൻ തന്നെയാണ് 100 AST/BD. സോ ഒരു അസ്യൂം ദ പെർസെൻറ്റേജ് എടുക്കുകയാണ്. നമുക്ക് ടേബിൾ 19
ആ ഒരു ടേബിൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടേബിൾ 19 അതൊന്നൊരു പെർസെൻറ്റേജ് ഓഫ് AST അസ്യൂം ചെയ്യുന്നു. എടുക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.25% ആണ് എടുക്കുന്നത്. ദെൻ കറസ്പോണ്ടിങ് ടു 0.25%. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ എന്താണ് ടേബിൾ 19 എടുക്കുക. ടേബിൾ 19 നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, കാരണം നമ്മൾ കോളത്തിൻ്റെ ഡിസൈനിനകത്തും അതേപോലെ തന്നെ റീറ്റെയിനിങ് വോളിൻ്റെ ഡിസൈനിനകത്തും ഒക്കെ നോക്കിയാൽ മനസ്സിലാകും. അതിനകത്ത് 0.25% ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ, ഓക്കെ, ടോസി വാല്യൂ ചൂസ് ചെയ്യുക. 0.25 കറസ്പോണ്ടിങ് ഉള്ള ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.36 Newton/mm² ആണ്. സോ അത് സെലക്ട് ചെയ്യുന്നു. ദെൻ വീണ്ടും ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. നമ്മളിവിടെ ടോ ബി ഈസ് ഈക്വൽ ടു VU/BD എന്ന് എഴുതിയ സ്ഥാനത്ത് വിക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കുന്നു? ടോ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? സോ അതാണ് ഈ ഇക്വേഷൻ. ദെൻ അതിനകത്തുനിന്ന് DA ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് BD ഈസ് ഈക്വൽ ടു VU/ടോ സി. ദെൻ അവിടുത്തെ D അവിടെ നിർത്തിയതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാക്കി മാറ്റി? VU/ടോ സി ഇൻറ്റു B എന്നാക്കി. ഇനിയും VU എത്രയാണ്? തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് VU സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ്ട് ഇതിനെ കൊണ്ട് അതേപോലെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ടോ സി ബി എന്ന് പറയുന്നത് 3.5 ആണ്. ദെൻ ടോ സി എന്ന് പറയുന്നത് 0.36 ആണ്. കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 0.25% ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ഉള്ള ടോ സി പേജ് നമ്പറിൽ ടേബിൾ 19 അത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0.36 ആണ്. അത് കിട്ടുന്നത് Newton/mm² കിട്ടുന്നത്. സോ അത് ബാക്കിയുള്ളതെല്ലാം കിടക്കുന്നത് കിലോ ന്യൂട്ടണിലും മീറ്ററിലും ആയതുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 10⁻³ 10⁻⁶ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ക്ലിയർ ആയോ? ന്യൂട്ടണിനെ കിലോ ന്യൂട്ടണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ mm² മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുമാണ് 10⁻⁶ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ദെൻ അതിനകത്തുനിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് മൂന്നും കൂടി ഇത്രയും സാധനം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അതിനെ ഇങ്ങോട്ടേക്ക് മാറ്റുക. അപ്പോഴാണ് നമുക്ക് 1260 ഇൻറ്റു D കിട്ടുന്നത്. ദെൻ ഇത് ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 599.998. ഇനി പിന്നെന്താണ്? 1.55 മൈനസ് D. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കിട്ടുന്നത്. നെക്സ്റ്റ് പിന്നെ D ഉള്ളതിനെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുന്നു. ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അവിടെ എന്തായിട്ട് മാറി? പ്ലസ് ആയിട്ട് മാറി. സോ നമുക്ക് അതിനകത്തുനിന്ന് ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 0.499 മീറ്റർ കിട്ടി. സോ അതിനെ റൗണ്ട് ചെയ്ത് നമ്മൾ എന്താക്കി മാറ്റി? 500 mm ആക്കി മാറ്റി. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. D വൺ വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള D കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണിത്. ഇനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അസ്യൂം 75 mm ക്ലിയർ കവർ, ഒരു കവർ അസ്യൂം ചെയ്യുക. ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് 75 mm ആണ്. പിന്നെ ഡയമീറ്റർ ഓഫ് ബാറും അസ്യൂം ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ D കണ്ടുപിടിക്കുന്നു. ക്യാപിറ്റൽ D എന്ന് പറയുന്നത് സാധാരണ ഇക്വേഷൻ തന്നെ, സ്മോൾ DA പ്ലസ് കവർ പ്ലസ് ഡയമീറ്റർ ഓഫ് ബാർ A ബൈ 2, സെയിം സ്റ്റെപ്പ് തന്നെ. സോ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 581 mm ആണ്. സോ അതിനെ റൗണ്ട് ചെയ്ത് എത്ര ആക്കി മാറ്റി? 600 ഹയർ വാല്യൂ ആക്കി റൗണ്ട് ചെയ്തു. സോ D കിട്ടി. ആ Dയെ ഓവറോൾ ഡെപ്ത് ആക്കി മാറ്റി. ഓക്കെ, ബെൻഡിങ് മൊമെന്റിനകത്തുനിന്നൊരു D കിട്ടിയിട്ടുണ്ട്. ഇത് വൺ വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള D ആണ്. ഇനി ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന D 600 ആണ്. സോ എന്തായാലും അപ്പം സ്മോൾ D മാറും. അതപ്പോൾ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ക്യാപിറ്റൽ DA മൈനസ് അസ്യൂം ചെയ്ത കവറെ മൈനസ് അസ്യൂം ചെയ്ത ബാറിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതി അത്ര മൈനസ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ എന്ത് കിട്ടി? 519 mm എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും, ഇങ്ങനെയും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. കാരണം ഒരെണ്ണം താഴെയും ഒരെണ്ണം മുകളിലുമായിട്ട്, അങ്ങനെ മുകളിലുമായിട്ടും താഴെയായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒരു ലെയർ പോലെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്.
സോ അതിൻ്റെ ഡെപ്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബോട്ടത്തിൽ ഈ സെയിം ഡെപ്ത് തന്നെയായിരിക്കും. ഓക്കെ, ദെൻ ടോപ്പിൽ, അപ്പം ഏറ്റവും താഴെ കിടക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിന് ഈ 519 എന്ന് പറയുന്ന ഡെപ്ത് തന്നെയായിരിക്കും. ദെൻ ഇതിന് മുകളിൽ വീണ്ടും ബാർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ബാറിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? മാറും. അതെങ്ങനെ മാറാനാണ്? അതായത് സംഭവം ഇങ്ങനെയാണ്, ഒന്നിന് മുകളിൽ ഒന്ന്. ആദ്യത്തേത് നമ്മൾ ഇവിടം വരെയാണ് ഡി എടുത്തത്. ഓക്കെ, ഇനി മുകളിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ ഡി എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടെ വരെയാണ്. സോ ഈ ഒരു ഡി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ആദ്യത്തെ ഡി ഇവിടെ വരെ ഉണ്ട് അല്ലേ? അപ്പം അതിൻ്റെ കൂടെ ആരൊക്കെ മൈനസ് ചെയ്യണം? ഓക്കെ, ആദ്യത്തെ ഓക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. സോ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡി എന്ന് പറയുന്നത് ഇത്രയുമായിരുന്നു ഡി. ഓക്കെ, സെക്കൻഡ് മുകളിലത്തെ ലെയറിൻ്റെ ഡി എന്ന് പറയുന്നത് ഇത്രയുമാണ്. സോ ഈ ഡി എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇവിടെ ഇത്രയും ഡി ഉണ്ടല്ലേ, ഈ ഡി പിന്നെ എന്ത് ചെയ്താൽ മതി? അതിനകത്തുനിന്ന് വീണ്ടും മൈനസ് ചെയ്യണം. എത്രയും ഇതുണ്ട് ഈ ഒരു ബാറ്, അതെത്രയാണ്? വീണ്ടും ഒരു 12ന്റെ പകുതിയാണ്. പിന്നെ ആരുണ്ട്? ഇതുണ്ട്, ഇതും ഒരു 12ന്റെ ബാറാണ്, അതിൻ്റെ പകുതി. മനസ്സിലായോ? ആ ചെറിയ ആ ഒരു ബാറിൻ്റെ 12ന്റെ പകുതി വെച്ചിട്ട് മൈനസ് ചെയ്യണം. അപ്പം ഇതാണ് ഇത്രയും ഡി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ അതായത് ബോട്ടത്തിലുള്ള ഡെപ്ത്, ആ ബോട്ടത്തിലുള്ള ഡെപ്ത് മൈനസ് വീണ്ടും ഒരു ബാറിൻ്റെ ഡയമീറ്ററോട് അങ്ങ് മൈനസ് ചെയ്യുക. അങ്ങനെയാണ് ടോപ്പ് ലെയറിൻ്റെ ഡെപ്ത് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നും ആ ഡെപ്തും അല്ല, ഈ രണ്ട് ലെയറായിട്ട് ഇടുമ്പോൾ, അതായത് ഇങ്ങനെയും ഇങ്ങനെയും ഇടുമ്പോൾ ടോട്ടൽ ഡെപ്ത്, അതായത് കറക്റ്റ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ആവറേജ് ഡെപ്താണ്. ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് ഇതേ പ്ലസ് ഇതേ ബൈ 2 ചെയ്യുന്നതായിരിക്കും. സോ അതാണ് കറക്റ്റ് ഡെപ്ത്. ഇനിയിപ്പോൾ ഒരാൾ ഈ ഡെപ്ത് ചെയ്യാൻ വിട്ടുപോയി, ഇങ്ങനെ ഡെപ്ത് മനസ്സിലായില്ല അല്ലെങ്കിൽ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡി പ്രൊവൈഡ് എന്ന് പറയുന്നത് ഈ 519 mm തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ബാറിൻ്റെ മുകളിൽ അടുത്ത ബാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡെപ്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 519. നമുക്ക് വേണ്ട ഡെപ്ത് എന്ന് പറയുന്നത് ഇത്രയുമാണ്. അത് വീണ്ടും കുറയും, 519 നിന്ന് കുറയും ഒരു ബാറിൻ്റെ ഡയമീറ്ററും കൂടെ. ഓക്കെ, ഇതാണ് 1 വേ ഷിയർ വെച്ചിട്ടുള്ള ഡെപ്ത്. ഇനി അക്കോർഡിംഗ് ടു 2 വേ ഷിയർ, 2 വേ ഷിയറിൻ്റെ ഫിഗർ നോക്കുക. 2 വേ ഷിയറിൻ്റെ ഫിഗറിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോളത്തിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് 2 വേ ഷിയർ ഉണ്ട്. എത്ര ഡിസ്റ്റൻസ് ആണ്? കോളത്തിൻ്റെ ഫേസിൽ നിന്നും കോളത്തിൻ്റെ ഫേസിൽ നിന്നും ഇങ്ങോട്ടേക്കും എത്ര ഡിസ്റ്റൻസ് ആണ്? d/2 ഡിസ്റ്റൻസ് മാറിയിട്ട്. ഇതിപ്പോൾ നമുക്ക് സെക്ഷനകത്ത് 2 ഡയറക്ഷനിലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്ലാൻ നോക്കിക്കേ. ഓക്കെ, ഇവിടെ കോളം കാണിച്ചിട്ടുണ്ട്. ഇവിടെ കോളം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കോളത്തിൻ്റെ 4 ഡയറക്ഷനിലും ഇങ്ങോട്ടേക്കും 4 ഡയറക്ഷനിലും d/2 ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഈ ഹാച്ച് ചെയ്ത പോർഷൻ കണ്ടോ? d/2 ഡിസ്റ്റൻസ് മാറി ഹാച്ച് ചെയ്ത പോർഷൻ, ആ ഹാച്ച് ചെയ്ത പോർഷനിലായിരിക്കും എന്ത് അപ്ലൈ ആവുന്നത്? 2 വേ ഷിയർ അപ്ലൈ ആവുന്നത്. സോ നമുക്ക് അതിൻ്റെ ഏരിയ ഒക്കെയാണ് ഇനി ആവശ്യം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫിഗറിനെ തന്നെ താഴേക്ക് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. താഴേക്ക് പ്ലോട്ട് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോളമൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ആവശ്യമുള്ളതുണ്ട് ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷൻ, അതിൻ്റെ ലെങ്തിനെയും വിഡ്ത്തിനെയും, ഇങ്ങോട്ടുള്ളതിനെ സ്മോൾ ലെങ്ത്തും ഇങ്ങോട്ടുള്ളതിനെ സ്മോൾ ഡെപ്തുമായിട്ട് എടുത്തു, അല്ലെങ്കിൽ സ്മോൾ വിഡ്ത്തും ഡെപ്തുമായിട്ട് കൺസിഡർ ചെയ്ത്, അതായത് നടുക്ക് വരുന്ന ഒരു ചെറിയ റെക്റ്റാങ്കിൾ.
ഇത് നടുക്ക് വരുന്ന ചെറിയ റെക്റ്റാങ്കിളും ഇത് പുറത്തെ റെക്റ്റാങ്കിളും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇടയ്ക്കുള്ള പോർഷനാണ്. ഈ ഏരിയ ആണ് ആവശ്യം, ഹാച്ച് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ആവശ്യം. ഓക്കെ, ഇനിയിപ്പോൾ ഹാച്ച് ചെയ്ത പോർഷൻ്റെ ഏരിയ ഒക്കെ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ടേ ഈ ഡിസ്റ്റൻസും ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കേ, ബി, സ്മോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫിഗറിനകത്തേക്ക് നോക്കുക. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇങ്ങോട്ടും ഇങ്ങോട്ടും d/2 ഉണ്ടല്ലേ. സോ അത് തന്നെയാണ് താഴേക്ക് എടുത്തേക്കുന്നത്, d/2. പിന്നെ ആരും കൂടെ മതി, ഈ കോളത്തിൻ്റെ ഇത്രയും വിട്ടുകൂടെ മതി. അത് എത്രയാണ്? 0.4 ആണ്. സോ 0.4 പ്ലസ് d/2 പ്ലസ് d/2. സോ അതാണ് ബി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡി എടുക്കാം. ഡി എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങോട്ടേക്ക് d/2, ഇങ്ങോട്ടേക്ക് d/2, പിന്നെ ഈ ഒരു കോളത്തിൻ്റെ ഈ ഒരു ഡെപ്ത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? d/2 പ്ലസ് d/2 പ്ലസ് കോളത്തിൻ്റെ ഡെപ്ത്, അത് എത്രയാണ്? 0.4. സോ ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? ഈ ബിയും ഈ ഡിയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ചെയ്തേക്കുന്നത്. ഇനി ഇക്വേഷൻ രണ്ടിടത്തെയും കാര്യങ്ങൾ മനസ്സിലായി, ബി ആണെങ്കിലും ഡി ആണെങ്കിലും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് അവിടെ ഡി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഡി എന്ന് പറഞ്ഞാൽ വൺ വേ ഷിയറിനകത്ത് നമുക്കൊരു ആവറേജ് ഡെപ്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ ആവറേജ് ഡെപ്ത് 513 എന്ന് പറയുന്ന ആ ആവറേജ് ഡെപ്തിനെ വേണം ഇവിടെ സ്മോൾ ഡി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്ക് നോക്കുക, 513 ദെൻ കോളത്തിൻ്റെ വിട്ട്. ഡി എടുക്കാനാണെങ്കിലും ഈ ഡിയും ബിയും മനസ്സിലായോ? നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇതാണ് സ്മോൾ ബി, ദെൻ ഇത് സ്മോൾ ഡി. ഓക്കെ, ഇത് എടുത്തിരിക്കുന്നതാണ്, കണ്ട് ഈ ഒരു ഫിഗർ നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ബി എടുക്കാൻ വേണ്ടിയിട്ട്, ബി ഇങ്ങോട്ടാണല്ലോ ബി, ഈ ബി എടുക്കാൻ വേണ്ടിയിട്ട് d/2 ഇങ്ങോട്ടുണ്ട്, d/2 ഇങ്ങോട്ടുണ്ട്, പിന്നെ ആരും കൂടെ വേണം കോളത്തിൻ്റെ ഇത് 0.4 ആണ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഡിയും കണ്ടുപിടിച്ചിട്ടുണ്ട്, രണ്ടും സെയിം തന്നെ വന്നു. നെക്സ്റ്റ് ഇവിടെയും യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ടോബി =VU/BD എന്ന് തന്നെയാണ്. VU സ്ട്രെസ് ഇൻറ്റു ഏരിയ തന്നെയാണ്, ഇവിടെ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോർഷൻ ഇതാണ് ഷെയ്ഡ് പോർഷൻ. ഇതിൻ്റെ ഏരിയ ആണ് വേണ്ടത്. സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഏരിയ എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്കകത്തുനിന്ന് കണ്ട് ഈ ഒരു ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അങ്ങ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ, കാരണം വലുതിൻ്റെ ബിയും ഡിയും നമുക്കറിയാം എത്രയാണ്? 3.5/3.5 ആണ്. അപ്പം ചെറുതിൻ്റെതാണെങ്കിൽ നമുക്കറിയാം എത്രയാണ്? 913. അത് mmലാണ്. അപ്പം 0.913/0.913. അപ്പം രണ്ടിൻ്റെയും ഏരിയ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഹാച്ച് ചെയ്ത പോർഷൻ കിട്ടുമല്ലോ. സോ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ. ഓക്കെ, സ്ട്രെസ് കൊടുത്തിട്ടുണ്ട്, ലാർജ് ഏരിയ ഓഫ് ലാർജ് സ്ക്വയറിൻ്റെ ഏരിയയും സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയയും കൊടുത്തിട്ടുണ്ട്. സോ VU അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റി. ഇനി ഈ ഇക്വേഷനകത്തേക്ക് വരികയാണ്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ടോവി =VU/BD എന്നുള്ളതായിരുന്നു ഇക്വേഷൻ. VU നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ അല്ലേ. സോ VU ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ബിയും ഡിയും വേണം. ഓക്കെ, അവിടെ അത് എന്തൊക്കെയാണ് ബിയും ഡി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്, ടു വേ ഷിയറിൻ്റെ കേസിൽ എന്തൊക്കെയാണ് ബിയും ഡി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെരിമീറ്റർ ഓഫ് ദി സ്മോൾ സ്ക്വയറിൻ്റെ പെരിമീറ്ററും, ഡി എന്ന് പറഞ്ഞാൽ പ്രൊവൈഡഡ് ഡെപ്ത്. ഓക്കെ, ഇതാണ് ബിയും ഡിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി പെരിമീറ്റർ ഓഫ് ദി സ്മോൾ സ്ക്വയർ ആണല്ലോ ബി, അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
നമ്പർ ഓഫ് സൈഡ് ഇൻറ്റു വിഡ്ത്ത് ഓഫ് വൺ സൈഡ്. ഓക്കെ, ഇങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്. അപ്പം ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. സ്ക്വയറിന് 4 സൈഡും ഉണ്ട്. ഇനി ഒരു സൈഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സ്ക്വയർ ആയതുകൊണ്ട് രണ്ടിടത്ത് ഒന്ന് തന്നെയാണ്, 0.913. സോ 0.913. ഇത് MM-ലാണ് കാണിച്ചേക്കുന്നത് 913, മറ്റേത് ഞാൻ മീറ്ററിനകത്തും. സോ ഇതും MM-ലാണ് 513. 513 എന്ന് പറയുന്നത് നമ്മൾ വൺ വേ ഷിയറിനകത്ത് എത്രയാണോ ഡെപ്ത് കിട്ടിയത് ആ ഡെപ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ബെൻഡിങ് മൊമെൻറ്റിനകത്തൊന്നും കിട്ടിയ ഡെപ്ത് എടുക്കരുത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ വേ ഷിയറും ബെൻഡിങ് മൊമെൻറ്റും തമ്മിലുള്ള ഡെപ്തിൻ്റെ വാല്യൂസ് നോക്കുക. ഒന്ന് 200 സംതിങ്ങും ഒന്ന് എന്താണ് 500 സംതിങ്ങും ആണ്. വലിയത് ഏതാണ്? വൺ വേ ഷിയറിനകത്തൊന്നും കിട്ടിയത്. അതുകൊണ്ടാണ് വൺ വേ ഷിയറിൻ്റെ ഡെപ്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്സുകളെല്ലാം ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ ആണല്ലോ. ബിയും ഡിയും കിട്ടി. സോ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ MM-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ കിലോ ന്യൂട്ടൺ മാറ്റി 10⁻³ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂട്ടണിലാക്കി മാറ്റിയിരിക്കുന്നത്. സോ TOVയുടെ വാല്യൂ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമൈൻഡ് TOV ഈസ് ചെക്ക്ഡ് വിത്ത് പെർമിസിബിൾ സ്ട്രെസ്. നമുക്ക് കിട്ടിയ TOVയെ നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. പെർമിസിബിൾ സ്ട്രെസ്സുമായിട്ട് ചെക്ക് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് പേജ് നമ്പർ 58-ലും 59-ഉമായിട്ട് കിടപ്പുണ്ട്. IS 456 2000-നകത്ത്. ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TOV ഈസ് ലെസ് ദാൻ KS/TOC. ഓക്കെ, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. TOV നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ സാധനം ഷുഡ് ബി ലെസ് ദാൻ KS/TOC ആയിരിക്കണം. ഇനി പെർമിസിബിൾ ഷിയർ സ്ട്രെസ് KS/TOC. ഓക്കെ, KS/TOC എന്ന് പറയുന്നതിനകത്ത് KSൻ്റെ ഇക്വേഷനാണ് പറയുന്നത്. KSൻ്റെ ഇക്വേഷൻ 0.5 പ്ലസ് βC. ഓക്കെ, KSൻ്റെ മാത്രം ഇക്വേഷനാണ് പറയുന്നത് 0.5 പ്ലസ് βC. ഇത് ഒരു കാരണവശാലും 1-നേക്കാട്ടി കൂടാനായിട്ട് പാടില്ല. 1-നേക്കാട്ടി കൂടിയ KSൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കുക? 1 ആക്കി എടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വേണ്ടത് ഇതിനകത്ത് βC എന്ന് പറയുന്ന ഇക്വേഷനാണ്. βC എന്ന് പറയുന്നത് ഷോർട്ട് സൈഡ് ബൈ ലോങ് സൈഡ് ആണ്. ആരുടേത്? കോളത്തിൻ്റേത്. ഓക്കെ, ഇത് ഓർക്കുക. എന്തിൻ്റെയാണ് വേണ്ടത്? കോളത്തിൻ്റെയാണ് വേണ്ടത്. സോ കോളത്തിൻ്റെ ലോങ് സൈഡും ഷോർട്ട് സൈഡും. ഇവിടെ കോളത്തിൻ്റെ ലോങ് സൈഡും ഷോർട്ട് സൈഡും എല്ലാം ഒന്ന് തന്നെയാണ്. 0.4 താഴെയും 0.4. സോ 1 കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും 1-നേക്കാട്ടിലും ഇത് രണ്ടിനെയും കൂടെ സമ്മേഷൻ 1-നേക്കാട്ടി കൂടാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. സോ KS കണ്ടുപിടിക്കാൻ വേണ്ടി 0.5 പ്ലസ് βCയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1. സോ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 1.5. 1-നേക്കാട്ടി കൂടുതലാണ്. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് KSൻ്റെ വാല്യൂ 1 ആക്കി എടുത്തു. ക്ലിയർ ആയോ? സോ അപ്പോൾ KSൻ്റെ വാല്യൂ 1 ആക്കി നമുക്ക് കിട്ടി. ഇനി അടുത്തത് വേണ്ടത് TOC ആണ്. TOC അക്കോർഡിംഗ് ടു ഇത് വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.25 ഇൻറ്റു √(FCK) എന്നാണ്. ഇത് മുന്നേ പറഞ്ഞ പേജ് നമ്പറിൽ കിടപ്പുണ്ട് ഇക്വേഷന്. 0.25 FCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്. ദെൻ നമ്മളത് ചെക്ക് ചെയ്യാൻ പോകണം. TOV ലെസ് ദാൻ KS/TOC ആണോ നോക്കി. KS/TOCയുടെ വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ കിട്ടിയത് TOV എന്ന് പറയുന്നത് 1.044 ആണ്. KS/TOC ചെയ്തപ്പോൾ സേഫ് ആണ്. മറ്റേതിനെക്കാട്ടി ചെറുതാണ് കിട്ടിയത്. സോ സേഫ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഹിയർ ദ ഷിയർ ചെക്ക് സേഫ് ആയതുകൊണ്ട് അഡോപ്റ്റ് ചെയ്ത ഓവറോൾ ഡെപ്ത് 600 ആണെന്നും എഫക്റ്റീവ് ഡെപ്തിനെ 513 mm ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ 2-വേ ഷിയറിനകത്ത് 1-വേ ഷിയറിനകത്ത് കിട്ടിയ ഡെപ്ത്, ഓക്കെ, 1-വേ ഷിയറിനകത്ത് കിട്ടിയ ഡെപ്തിനെ നമ്മൾ 2-വേ ഷിയറിനകത്തേക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ 2-വേ ഷിയറിൻ്റെ ഷിയർ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സിനെക്കാട്ടിൽ ചെറുതാണോ TOV എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഡെപ്ത് സേഫ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഡിസൈൻ സ്റ്റെപ്പ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1-വേ ഷിയറിനകത്ത് 2-വേ ഷിയറിനകത്തും അതേപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റിനകത്ത് നമ്മൾ ഡെപ്ത് കണ്ടുപിടിക്കും. അതിനകത്ത് ഹയർ വാല്യൂവിനെയാണ് ചൂസ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്? ബെൻഡിങ് മൊമെൻറ്റിനകത്തൊരു ഡെപ്ത് കിട്ടി, 1-വേ ഷിയറിനകത്തൊരു ഡെപ്ത് കിട്ടി.
ദെൻ വൺ വേ ഷിയറിൻ്റെ ഡെപ്തിന് ടു വേ ഷിയറിനകത്തെ ഇക്വേഷനകത്തേക്ക്, അതായത് ഡിയുടെ സ്ഥാനത്തെല്ലാം വൺ വേ ഷിയറിനകത്തുനിന്ന് കിട്ടിയ ഡിയെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ബെൻഡിങ് മൊമെൻറ്റിനെ എടുക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റിനകത്ത് ഡെപ്ത് കിട്ടിയത് 200 സംതിങ്ങും വൺ വേ ഷിയറിനകത്ത് ഡെപ്ത് കിട്ടിയത് 500 സംതിങ് ആണ്. അപ്പോൾ രണ്ടിനകത്തെയും വലിയ വാല്യൂ അതിനെയാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ആ ചൂസ് ചെയ്ത വാല്യൂവിനെ ടു വേ ഷിയറിനകത്തേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഷിയർ ചെക്ക് ചെയ്തതിന് ശേഷം സേഫ് ആണെന്ന് കിട്ടി. ആ സേഫ് ആയതുകൊണ്ട് എന്താണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡെപ്ത് ഓക്കെ ആണെന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? സോ ഇതാണ് ഇവിടെ ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ആ ഫിഗറിനകത്ത് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ഒക്കെ എടുക്കുന്നതും പെരിമീറ്റർ ഒക്കെ എടുക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ലെങ്തി സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ യൂസ് ചെയ്ത് വെക്കുക. കാരണം ടു വേ ഷിയറിനകത്ത് ആ ഡെപ്തിനെ കൊണ്ടും ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിനകത്ത് MUനകത്ത് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഇനി MU എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബെൻഡിങ് മൊമെൻറ്റ് ഏതാണ്? ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ബെൻഡിങ് മൊമെൻറ്റ് FYD 513 അത് ഉറപ്പിച്ചു. B എന്ന് പറയുന്നത് 3500, ദെൻ FCK എന്ന് പറയുന്നത് 20. ഇത്രയുമാണ് ഈ ഒരു ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് AST എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 4083.957 mm². ദെൻ ഈ AST കിട്ടി. ഈ ASTയെ ഇനി എന്ത് ചെയ്യണം? ചെക്ക് PT വാല്യൂ ബേസ്ഡ് ഓൺ AST. കാരണം വൺ വേ ഷിയറിനകത്ത് നമ്മൾ 0.25% അസ്യൂം ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ടോസി എടുത്തത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ വെച്ചിട്ട് ഒരു AST കിട്ടുമ്പോൾ തിരിച്ചൊന്ന് ചെക്ക് ചെയ്യണം. 0.25ന് കറക്റ്റ് ആണോ ആ കിട്ടിയ AST എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് PT കണ്ടുപിടിക്കുന്നു. 100 AST/BD 100 AST എന്ന് പറയുന്നത് തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയ AST ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. AST സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AST സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ബിയും ഡിയും കാൽക്കുലേറ്റ് കിട്ടിയ ബിയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി എന്ന് പറയുന്ന വാല്യൂ 3500, ഡി എന്ന് പറയുന്നത് 513. സോ ഈ കിട്ടിയതിനകത്തു നിന്ന് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.227% ആണ് കിട്ടിയത്. നമ്മൾ അസ്യൂം ചെയ്ത പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.25% ആണ്. പക്ഷേ നമ്മൾക്ക് കിട്ടിയ AST വെച്ചിട്ട് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കിട്ടിയ AST സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ PT വാല്യൂ കിട്ടുന്ന എത്രയാണ്? 0.227%. കുറവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ അസ്യൂം ചെയ്തതാണ് കൂടുതൽ അല്ലേ? സോ അതിനെക്കാട്ടി കുറവ് കിട്ടിയിട്ടുണ്ട്, അസ്യൂം ചെയ്താണ് കൂടുതൽ. അപ്പോൾ അസ്യൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പോവുക. അപ്പം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് അസ്യൂം ചെയ്ത് കൂടുതലായതുകൊണ്ട് 0.25 കൊടുക്കുക. സോ വീണ്ടും 100 AST/BD = 0.25. അതല്ലേ ഹയർ വാല്യൂ. സോ അത് കൊടുക്കുക. ദെൻ അതിനകത്തുനിന്ന് AST മിനിമം കണ്ടുപിടിക്കാം. ഓക്കെ, AST മിനിമം കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 0.25A × B × D. ഈ ഇക്വേഷൻ ഇങ്ങോട്ട് കൊടുത്താൽ മതി. 0.25 BD / 100. BD / 100. ബിയും ഡിയും B എന്ന് പറയുന്നത് 3500, D എന്ന് പറയുന്നത് 513 / 100. സോ AST മിനിമം കിട്ടി. നോക്കുക, നമ്മൾ AST കൊടുത്തിട്ടുള്ളത് നമുക്ക് കിട്ടിയ AST എന്ന് പറയുന്നത് 4083 എന്ന് പറയുന്ന AST ആണ്. AST മിനിമം എന്ന് പറയുന്നത് എത്രയാണ്? 4488. അതായത് നമുക്ക് AST മിനിമം ഇത്രയും AST വേണം. പക്ഷേ കറസ്പോണ്ടിങ് ടു ദിസ് ഇക്വേഷൻ നമുക്ക് കിട്ടിയ AST അതിനെക്കാട്ടി കുറവാണ്. ഓക്കെ, അപ്പോൾ മിനിമം AST എങ്കിലും കൊടുക്കണമല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് AST മിനിമം ഗ്രേറ്റർ ആയതുകൊണ്ട് AST മിനിമം വെച്ചിട്ട് ബാക്കി ഫോളോ ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്പർ ഓഫ് ബാർസ് n കണ്ടുപിടിക്കുന്നു. AST മിനിമം ഡിവൈഡ് ബൈ 5/4 × 12². സോ നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത് 39.68 ആണ്. പക്ഷേ ഹയർ ആയിട്ട് കൊടുക്കുന്നു 40. ദെൻ നെക്സ്റ്റ് സ്പേസിങ് ബി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3500. ഒന്നും ഒരിക്കലും നമ്മൾ 1000 എടുക്കാനായിട്ട് പാടില്ല. 3500. സോ 3500 ഡിവൈഡ് ബൈ 40. സോ നമുക്ക് കിട്ടിയ സ്പേസിങ് എന്ന് പറയുന്നത് 87 ആണ്. ചെറുതായിട്ട് ചെയ്യുക 80. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് എന്താണ്? പ്രൊവൈഡ് 12 mm ഡയമീറ്റർ ബാർ അറ്റ് 800 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ
ഇവിടെ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് 1 വേ ഷിയർ 2 വേ ഷിയർ ബെൻഡിങ് മൊമെന്റ് വെച്ച് ഡെപ്ത് കണ്ടുപിടിച്ചു. ഡെപ്ത് കണ്ടുപിടിച്ച ശേഷം ആ ബെൻഡിങ് മൊമെന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സ്പേസിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറേ ചെക്കുകളാണ്. ഷിയർ ഫോഴ്സ് ചെക്ക് കറക്റ്റ് ആണോ, പിന്നെന്താണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് ചെക്ക് കറക്റ്റ് ആണോ, അതേപോലെ തന്നെ നെക്സ്റ്റ് പിന്നെ ഡെവലപ്മെൻറ്റ് ലെങ്ത് ചെക്ക് കറക്റ്റ് ആണോ, പിന്നെ അതേപോലെ തന്നെ ബിയറിംഗ് സ്ട്രെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ നോക്കുക. ഡീറ്റെയിലിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻസ് ഫസ്റ്റ് നോക്കുക. ദെൻ ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത് സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. സ്ക്വയർ ഫൂട്ടിങ് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ പറ്റുന്നത് ബിയും ലെങ്ത്തും വിട്ടും 3500 തന്നെ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ റെക്റ്റാങ്കുലർ കോളത്തിനകത്തേക്ക് വരുമ്പം തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യണം. കാരണം അവിടെ പിന്നെ ലോങ് ഡയറക്ഷനും ഷോർട്ട് ഡയറക്ഷനും ഒക്കെ എടുത്ത് സെപ്പറേറ്റ് എടുത്ത് വെച്ച് ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ട്. ബാക്കി സ്റ്റെപ്പുകളെല്ലാം ഇതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ ഫൂട്ടിങ്ങിൻ്റെ കേസിലും പോകുന്നത്. ഒറ്റ സ്റ്റെപ്പിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ വരുമ്പം ലോങ് ഡയറക്ഷനും ഷോർട്ട് ഡയറക്ഷനും ഒരു കൺഫ്യൂഷൻ വരും. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. ചെക്കുകൾ ചെയ്യുന്നതും ഇതേ സ്റ്റെപ്പുകൾ തന്നെ, ബാക്കിയുള്ള പ്രൊസീജിയറുകളെല്ലാം ഇതേപോലെ തന്നെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കുക. ബാക്കി ചെക്കും പിന്നെ നമുക്ക് റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങും കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.